നമസ്കാരം. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരദോഷികളായ ഒരു വിഭാഗം തുടർച്ചയായി അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇനി ചട്ടം പഠിപ്പിച്ചിട്ടേ വിശ്രമമുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയും. ദക്ഷിണാഫ്രിക്ക നിയമപരമായി, അതായത് കോടതി വഴി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നേരത്തെ നടത്തിയിരുന്നു. എന്തായാലും ഇസ്രായേൽ അവിടെ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന രീതിയിലായിരുന്നു ഒരു കേസ് ഫയൽ ചെയ്തത്. കോടതിയുടെ ഭാഗത്തു നിന്നും അത് വംശഹത്യയാണെന്ന് കോടതി സ്ഥിരീകരിച്ചിരുന്നു. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ്. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനൊരു പരിഹാരം എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ UN അവതരിപ്പിച്ച പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അത് നിർബന്ധമായും അവരെ തടയണം. അതിനുവേണ്ട എല്ലാവിധ സംവിധാനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ആവശ്യവുമായി ദക്ഷിണാഫ്രിക്ക വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ഹമാസ് ഇവിടെ ഇസ്രായേലിനെ ചട്ടം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ തുടർച്ചയായി ഒരു ഭാഗത്ത് അഹങ്കാരം പറയുന്നുണ്ട്, മറുഭാഗത്ത് മൊസാദും അതുപോലെ തന്നെ CIA ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ചാരസംഘടനകൾ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ മറുഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ചർച്ചകളിലേക്കൊന്നും ഹമാസ് പോകുന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. ഇസ്രായേലിൻ്റെ സൈന്യത്തെ അവർ വരിഞ്ഞു മുറുക്കുകയാണ്. ശരിക്കും ഇസ്രായേൽ സൈന്യത്തെ ഹമാസിൻ്റെ പോരാളികൾ വട്ടം ചുറ്റി അല്ലെങ്കിൽ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഒരു കെട്ടിടത്തിനകത്ത് തമ്പടിച്ചിരുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ ശക്തമായ ആക്രമണം ഇവിടെ ഹമാസിന്റെ പോരാളികൾ അഴിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. 16ഓളം വരുന്ന സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരു സൈനികൻ മരണപ്പെട്ടു. ഇവിടെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടി എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെ തേടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതായത് ഇസ്രായേലിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. നിരവധി സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഒരേ സമയം ശക്തമായ വ്യോമാക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. നേരത്തെ സിറിയയിലേക്ക് ഒരു രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് 36ഓളം വരുന്ന സിറിയൻ സൈനികർ മരണപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ 5ഓളം വരുന്ന ഹിസ്ബുള്ളയുടെ പോരാളികളും മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരു ഹിസ്ബുള്ള പോരാളിക്ക് നേരെ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അത്തരത്തിലാണ് ഒരു ഹിസ്ബുള്ള പോരാളിയെ കൊലപ്പെടുത്തിയത്. ഈ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഗോലാൻ കുന്നുകളെ ലക്ഷ്യമാക്കി, സൈനിക പോസ്റ്റുകളെ ലക്ഷ്യമാക്കി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഇവിടെ അഹങ്കാരം പറയും തോറും വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തോളം ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളും വെറുതെ ഇരിക്കുന്നില്ല. ഇവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ കപ്പലുകൾ ഇന്നും ഹൂത്തികൾ ആക്രമിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിനെയും ഇസ്രായേലിനെ സഹായിക്കുന്ന ആളുകളെയും ഒക്കെ ചട്ടം പഠിപ്പിക്കുക. അവരിനിയും പഠിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ കിട്ടിയതുകൊണ്ടൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവർക്ക് മനസ്സിലാകുന്നതുവരെ ശക്തമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.